ഉത്തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിവിധ പ്രാദേശിക സഭകളോട് ബന്ധപ്പെട്ട് കർത്താവിനെ ആരാധിക്കുന്നവരും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമാണ് നാം. ദൈവപ്രസാദമാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ദൈവം എൻ്റെ സഭയിൽ പ്രസാദിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് സഹോദരൻ ബിബിൻ നെടുങ്ങപ്ര സംസാരിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നൂറ്റാണ്ടുകളായി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. ആ പ്രാർത്ഥനാ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ലഘു സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ദൈവം എൻ്റെ സഭയിൽ പ്രസാദിക്കുന്നത് എപ്പോഴാണ്? അനേക നൂറ്റാണ്ടുകളായി ദൈവജനം ഒരേപോലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണിത്. എൻ്റെ സ്ഥലം സഭയിൽ ദൈവം എപ്പോഴാണ് പൂർണ്ണമായി പ്രസാദിക്കുന്നത്? ദൈവം എൻ്റെ സ്ഥലം സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുവാനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹമാണ്. ദൈവം എന്നിൽ പ്രസാദിക്കണം, ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസാദിക്കണം, ദൈവം എൻ്റെ സഭയിൽ പ്രസാദിക്കണം, ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കണം. ഒരു ചോദ്യം ഞാനിങ്ങനെ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്: ദൈവം വാസ്തവമായി നമ്മുടെ സഭയിൽ പ്രസാദിക്കുന്നുണ്ടോ? ഈ 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭകൾ ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിൽ വിജയത്തിലാണോ പരാജയത്തിലാണോ മുന്നോട്ട് പോകുന്നത്? ഈ നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭകൾ ദൈവം പ്രസാദിക്കത്തക്ക വിധത്തിൽ വിജയത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു വിശ്വാസികൾ പോലും പറയുകയില്ല. കാരണം വ്യത്യസ്തമായ പരാജയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തീയ സഭകളിൽ. ക്രിസ്തീയ സഭകളിലെ പരാജയം ഒരിക്കലും പുറമേ നിന്നുള്ളവയല്ല. ഈ നൂറ്റാണ്ടിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ വ്യത്യസ്തമായ പീഡനങ്ങളെല്ലാം സഭയിൽ കടന്നു വന്നപ്പോൾ അതുമൂലം അനേക പരാജയങ്ങൾ ക്രിസ്തീയ സഭകൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നുള്ള പരാജയങ്ങളെല്ലാം ക്രിസ്തീയ സഭകളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, യൂറോപ്പിൽ ഏതാണ്ട് 20 പള്ളികൾ വീതമാണ് ഓരോ വർഷവും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 20 പള്ളികൾ വീതം ഒരു വർഷം അടച്ചുപൂട്ടുന്നു. പള്ളികളിൽ വരുവാനായിട്ട് ആളുകളില്ല, വിശ്വാസികളില്ല. യുവാക്കൾ ദേവാലയങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. എന്താണ് ഇതിനുള്ള കാരണം? എന്തുകൊണ്ടാണ് യുവതലമുറ ദേവാലയങ്ങളിൽ പോകാതിരിക്കുന്നത്? ഈ കാലഘട്ടത്തിലുള്ള യുവാക്കളോട് നിങ്ങൾ എന്തുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ദേവാലയങ്ങളിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ അതിന് ഒരു മറുപടി പറയും. നിങ്ങൾ യുവാക്കളോട് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഒരു മറുപടിയാണ് നിങ്ങൾക്കും ലഭിക്കുവാനായിട്ടുള്ള സാധ്യത. അവർ പറയുന്ന മറുപടി ഇതാണ്: ഞായറാഴ്ച എൻ്റെ സഭയിൽ പാട്ടുണ്ട്, എൻ്റെ സഭയിൽ പ്രാർത്ഥനയുണ്ട്, എൻ്റെ സഭയിൽ പ്രസംഗമുണ്ട്, എൻ്റെ സഭയിൽ പ്രവർത്തനമുണ്ട്. പക്ഷേ ഈ പ്രസംഗത്തിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതവും ആരാധനയ്ക്ക് മുമ്പോ ആരാധനയ്ക്ക് ശേഷമോ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നീട് അവർ പറയുകയാണ്: കേവലം 2.5 മണിക്കൂർ മാത്രം അഭിനയിക്കുന്ന വിശ്വാസികളെ ഞാൻ സഭയിൽ കാണുന്നു. 2.5 മണിക്കൂർ മാത്രം അഭിനയിക്കുന്ന ഒരു വിശ്വാസിയായി ഞാൻ എന്തിന് സഭയിൽ പോകണം? ഒരു അവിശ്വാസിയായി എനിക്കും ആ ഞായറാഴ്ച തുടരാമല്ലോ. ഇത് യുവതലമുറയുടെ സഭയെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ്. അനേക വീക്ഷണങ്ങളുണ്ട്, അതിലൊരു വീക്ഷണമാണിത്. നമ്മുടെ സഭകളിൽ ഈ വിധത്തിൽ ചിന്തിക്കുന്ന യുവതി യുവാക്കന്മാരുണ്ടോ? ഇത് നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കേവലം ആഴ്ചയിൽ 2.5 മണിക്കൂർ മാത്രം ആരാധനയിൽ പങ്കെടുക്കുകയും പിന്നീട് ഒരു ലോക മനുഷ്യനെ പോലെ നാമും ജീവിക്കുകയാണോ? നമ്മുടെ ജീവിതം നാം ഒന്ന് തുലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ നമ്മുടെ സ്ഥലം സഭകളുടെ വിജയ പരാജയങ്ങൾക്ക് വിശ്വാസികൾ തന്നെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ സഭ വിജയത്തിലാണോ പരാജയത്തിലാണോ?
നമുക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങൾ അതിന് വിശ്വാസികൾ നൽകുന്നുണ്ട്. ചില വിശ്വാസികൾ പറയുന്നത്, എൻ്റെ സഭയിൽ 500-ലധികം ആളുകൾ കടന്നു വരുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തൊരു സഭയുണ്ട്, അവിടെ 30 പേരെ വരുന്നുള്ളൂ. ഞങ്ങളുടെ സഭ വളരെ വിജയത്തിലാണ്, കാരണം ഞങ്ങളിൽ 500-ലധികം ആളുകൾ ഞങ്ങളുടെ സഭയിലുണ്ട്. ചില വിശ്വാസികൾ പറയുന്നു, ഞങ്ങളുടെ സ്ഥലം സഭ കഴിഞ്ഞ വർഷം പൊളിച്ച് ഇന്ന് ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വലിയ സഭയായി, ഒരു സഭാഹാളൊക്കെ ഞങ്ങൾ പണിതു. ഞങ്ങളുടെ തൊട്ടടുത്ത് മറ്റൊരു ചെറിയ സഭയുണ്ട്, അവിടെ വളരെ ആളുകൾ ചുരുക്കമാണ്. ഞങ്ങളുടെ സഭ വളരെ വിജയത്തിലാണ്, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. മറ്റു വിശ്വാസികൾ പറയുന്നത്, ഞങ്ങളുടെ സഭ എന്ന് പറയുന്നത് വലിയൊരു തുക ഒരു വർഷം ഫെലോഷിപ്പായി, കൂട്ടായ്മയായി നൽകുന്നുണ്ട്. ഇവിടെ അടുത്തൊരു സഭകൾ പോലും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഫെലോഷിപ്പ് നൽകുന്നത്. ഞങ്ങളുടെ സഭയാണ് വിജയത്തിൽ കടന്നു പോകുന്നത്. മറ്റു ചിലർ പറയുന്നു, ഞങ്ങൾക്ക് ക്രൂസൈഡുകളുണ്ട്, ഞങ്ങൾക്ക് കൺവെൻഷനുകളുണ്ട്. ഞങ്ങളുടെ കൺവെൻഷനിൽ 1000 പേരാണ് കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്, നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ സഭയാണ് വിജയത്തിൽ കടന്നു പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്നതെല്ലാം ഒരു സഭയുടെ വിജയമാണോ? അത് വിജയമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവം ഒരു സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുവാൻ ഈ വിജയങ്ങളൊന്നുമല്ല കാരണമായിരിക്കുന്നത്. ദൈവം ഒരു സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആവശ്യമാണ്, ഇതിലെല്ലാം ദൈവം പ്രസാദിക്കുന്നു. പക്ഷെ ഇത് ചെയ്തതുകൊണ്ടല്ല ഒരു സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിച്ചു എന്ന് ഒരിക്കലും നാം തെറ്റിദ്ധരിക്കരുത്. ദൈവം ഒരു സ്ഥലം സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുവാൻ ചില കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നാണ് ഈ സന്ദേശത്തിലൂടെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം, ദൈവം എൻ്റെ സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം. ദൈവവചനം എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. പൗലോസ് പറയുകയാണ്, ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു: കൊലോസ്യയിലുള്ള വിശ്വാസികളെല്ലാം, കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളെല്ലാം ദൈവത്തിന് പ്രസാദകരമാം വണ്ണം നടക്കണം, കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം. പൗലോസിൻ്റെ ഹൃദയത്തിൽ കൊലോസ്യ സഭയ്ക്ക് ഭാവിയിൽ കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു വലിയ പരാജയത്തെ മുൻകണ്ടുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന വിഷയം ഇതാണ്: നിങ്ങൾ കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം. എന്താണ് പൗലോസിൻ്റെ ലക്ഷ്യം? കൊലോസ്യ സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കണം. ആ പൂർണ്ണമായ പ്രസാദം ലഭിക്കുവാനായി കൊലോസ്യ സഭയിലുള്ള വിശ്വാസികളെല്ലാം കർത്താവിന്, ദൈവത്തിന് യോഗ്യമാം വണ്ണം നടക്കണം. ഇതാണ് പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയം. പൗലോസ് പറയുന്നു, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടക്കണം. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ ഈ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ കടന്നുപോയ ഒരു ചിന്ത, ഈ കൊലോസ്യ സഭ എന്നുള്ളത് ദൈവം വളരെയേറെ പ്രസാദിച്ച ഒരു സഭയാണ്. അനേക ഗുണങ്ങൾ ഈ സഭയെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരു വായനക്കാരനും മനസ്സിലാകും എത്ര നല്ല സഭയാണ് ഈ കൊലോസ്യ സഭ. അതിൽ ദൈവം എത്രമാത്രം പ്രസാദിച്ചിരിക്കുന്നു. ആ സഭയെക്കുറിച്ച് പറയുന്നു, ആ സഭ സ്നേഹമുള്ള സഭയാണ്. കൊലോസ്യ സഭ പ്രത്യാശയുള്ള സഭയാണ്, വിശ്വാസമുള്ള സഭയാണ്, ഫലം കായ്ക്കുന്ന സഭയാണ്, വർദ്ധിക്കുന്ന സഭയാണ്. അഥവാ വിശ്വാസികൾ തമ്മിൽ സ്നേഹമുണ്ട്, വിശ്വാസികൾ തമ്മിൽ ഐക്യമുണ്ട്, അവിടെ വിശ്വാസമുണ്ട്, തമ്മിൽ ഫലം കായ്ക്കുന്ന സഭയാണ്, പ്രത്യാശയുള്ള സഭയാണ്. അനേകം ആളുകൾ ആഴ്ചകൾ തോറും പുതിയ വിശ്വാസികൾ കടന്നു വരുന്നൊരു സഭയാണ്. നോക്കുക, എത്ര മനോഹരമായ ഒരു സഭയാണ്. ഇതുപോലൊരു സഭയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഈ വിധ ഗുണഗണങ്ങളെല്ലാം ഈ സഭയിൽ ഉണ്ടെങ്കിലും
ഈ സഭയിൽ ദൈവം പ്രസാദിക്കുന്നു. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, ഈ സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിച്ചിട്ടില്ല. ദൈവം ഒരു സ്ഥലം സഭയിൽ പൂർണ്ണമായി പ്രസാദിക്കുവാൻ ഈ വിധ കാര്യങ്ങൾ കൊണ്ട് മാത്രമാവുകയില്ല. അവിടെ ചില കാര്യങ്ങൾ കൂടെ പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ആ വാക്യം, ഞങ്ങളത് കേട്ട നാൾ മുതൽ. എന്താണ് പൗലോസ് കേട്ടത്? ഈ സഭ ഇത്രമാത്രം വളർന്നു, ഈ സഭയിൽ ഇത്രമാത്രം ദൈവം പ്രസാദിച്ചു എന്നുള്ള അറിവ് പൗലോസിന് ലഭിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന വിഷയം? നിങ്ങൾ ദൈവം പൂർണ്ണമായി പ്രസാദിക്കണം. അതിനുവേണ്ടി ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. നമ്മുടെ സ്ഥലം സഭകൾ വിശ്വാസികൾ വർദ്ധിക്കുന്ന ഒരു സ്ഥലം സഭയായിരിക്കാം നമ്മുടേത്. ഒരുപക്ഷെ വളരെ സ്നേഹമുള്ള സ്ഥലം സഭയായിരിക്കാം നമ്മുടേത്. നമ്മുടെ സ്ഥലം സഭയിൽ അനേക പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, നാം അത് ചെയ്യുന്നവരാണ്. നമ്മുടെ സ്ഥലം സഭ എന്നുള്ളത് അനേക കാര്യങ്ങളെല്ലാം നാം സമൂഹത്തിൽ ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇതുകൊണ്ടൊന്നും ദൈവം പൂർണ്ണമായി പ്രസാദിച്ചു എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ദൈവം പൂർണ്ണമായി ഒരു സ്ഥലം സഭയിൽ പ്രസാദിക്കുന്നത് ആ സ്ഥലം സഭയിലെ വിശ്വാസികൾ കർത്താവിന് യോഗ്യമാവണ്ണം എപ്പോഴാണോ നടക്കുന്നത്, അപ്പോഴാണ് ആ സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കുന്നത്. നാം എല്ലാം ആഗ്രഹിക്കുന്നതാണ്, ലോകത്തുള്ള ആഗോളമാനം എല്ലാ വിശ്വാസികളും ഒരേപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ദൈവം എൻ്റെ സഭയിൽ പ്രസാദിക്കണം. എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്? അതിൻ്റെ ഉത്തരമാണ് പൗലോസ് പറഞ്ഞത്, കർത്താവിന് യോഗ്യമാവണ്ണം നാം നടക്കണം. എൻ്റെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കുന്നുണ്ടോ? എന്ത് മറുപടിയാണ് നമുക്കതിന് പറയുവാനായിട്ട് സാധിക്കുക? ഒരു സ്ഥലം സഭയുടെ ലക്ഷ്യം എന്നുള്ളത് എല്ലാവിധത്തിലും ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിക്കുക. ഇതെല്ലാ ലോകത്തുള്ള സ്ഥലം സഭകളുടെയും ലക്ഷ്യമാണ്. നമ്മുടെ സ്ഥലം സഭകളുടെയും ലക്ഷ്യം ഇത് തന്നെ ആവട്ടെ. ഇനി ഇതെങ്ങനെ സാധിക്കും? അതാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കുന്നത്? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ഥലം സഭയിലെ വിശ്വാസികൾ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ തന്നെ ആ സ്ഥലം സഭ വിജയത്തിലേക്കുള്ള ആദ്യ പടി വെച്ച് കഴിഞ്ഞു. ഒരു സ്ഥലം സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവർ ഒരു തീരുമാനമെടുക്കുകയാണ്, ഇന്നു മുതൽ എൻ്റെ സ്ഥലം സഭയിലുള്ള എല്ലാ വിശ്വാസികളും ഞാനും കർത്താവിന് യോഗ്യമാവണ്ണം ഞാൻ നടക്കുവാനായിട്ട് ആരംഭിക്കുന്നു. ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം സഭയിൽ ഒരു പുതിയ വിപ്ലവം ഉണ്ടാകുന്നത്, ഒരു ഉണർവ് ഉണ്ടാകുന്നത് ദൈവജനത്തിന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന് യോഗ്യമാവണ്ണമാണ് നാം നടക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്, അല്ലാതെയും നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന് യോഗ്യമല്ലാതെയും ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിൽ നടക്കുവാനായിട്ട് സാധിക്കും. ആ നടപ്പിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പൗലോസ് പറയുകയാണ്, നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. പൗലോസ് പറയുകയാണ്, കർത്താവിന് യോഗ്യമല്ലാതെ ഒരു നടപ്പ് കൂടെ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആ വാക്യത്തിൻ്റെ ആരംഭം. നാം എല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും മുമ്പേ, അഥവാ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. ഈ നടപ്പിന് ഞാനൊരു പേര് നൽകിയിട്ടുണ്ട്, എനിക്ക് യോഗ്യമാവണ്ണമുള്ള നടപ്പ്. ഒരു കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെല്ലാം നടന്നിരുന്ന ആ നടപ്പിൻ്റെ പേരാണ് എനിക്ക് യോഗ്യമാവണ്ണമുള്ള നടപ്പ്. അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ തന്നിഷ്ടത്തിനുള്ള നടപ്പ്. എനിക്ക് ഇങ്ങനെ നടക്കുവാൻ തോന്നുന്നു, ഞാൻ അങ്ങനെ നടക്കുന്നു. എനിക്കിത് ചെയ്യുവാൻ തോന്നുന്നു, ഞാനത് ചെയ്യുന്നു. ഞാൻ ആരെയും അനുസരിക്കുകയില്ല. ഈ നടപ്പിൻ്റെ ഒരു പ്രത്യേകത, ഈ നടപ്പിൽ ദൈവത്തിന് സ്ഥാനമില്ല, ഈ നടപ്പിൽ വിശുദ്ധിക്ക് സ്ഥാനമില്ല, ഈ നടപ്പിൽ ദൈവവചനത്തിനോ ഉപദേശത്തിനോ സ്ഥാനമില്ല.
ഈ നടപ്പിൽ സഭയ്ക്കൊരു സ്ഥാനമില്ല. ഈ നടപ്പിൽ ശാസനത്തിന് സ്ഥാനമില്ല. ഈ നടപ്പിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. ഈ നടപ്പിൽ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ല. ഒരു കാലഘട്ടത്തിൽ നാമും ഇതുപോലെ നടന്നിരുന്നവരാണ്. എങ്ങനെയാണ് നടന്നത്? നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. എനിക്ക് എന്താണോ എൻ്റെ മോഹങ്ങൾക്ക്, എൻ്റെ വികാരങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നടക്കുന്നു. ആരാണ് എന്നോട് ചോദിക്കാൻ? സഭയാണോ എന്നോട് ചോദിക്കുന്നത്? ദൈവവചനമാണോ എന്നോട് സംസാരിക്കുന്നത്? ഏത് ഉപദേശത്തെയാണ് എന്നെ കുരുക്കുവാനായിട്ട് നോക്കുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു സ്ഥലം സഭയുടെ അംഗമായി നാം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും നാം നടക്കുന്നത് എങ്ങനെയാണ്? കർത്താവിന് യോഗ്യമാവണ്ണമാണോ നാം നടക്കുന്നത്? നമ്മുടെ പഴയ നടപ്പിലാണോ നാം പോകുന്നത്? എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. എനിക്ക് യോഗ്യമാവണ്ണം ഞാൻ നടക്കുന്നു. എങ്ങനെയാണ് നാം നടക്കുന്നത്? നാം അതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മുടെ പഴയ നടപ്പിലൂടെ എനിക്ക് തോന്നിയതുപോലെയാണ് നടക്കുന്നതെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, എന്നിൽ ദൈവം പ്രസാദിക്കുകയില്ല. എൻ്റെ സ്ഥലം സഭയിൽ ദൈവം പ്രസാദിക്കുകയില്ല. എൻ്റെ കുടുംബത്തിലും ദൈവം പ്രസാദിക്കുകയില്ല. കർത്താവിന് യോഗ്യമല്ലാതെ എൻ്റെ ഇഷ്ടം പോലെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ദൈവവചനം പറയുന്നു, അവനിൽ ദൈവം പ്രസാദിക്കുകയില്ല. വിശ്വാസികൾ പലപ്പോഴും ഇത് മറന്നുപോകുന്നു. ഞാൻ ഒരു പുതിയ നടപ്പിൽ, ഒരു പുതിയ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം വിശ്വാസികൾ മറന്നാണ് ഇന്ന് ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ഒരു പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. കർത്താവ് നമുക്ക് വേണ്ടി തുറന്ന ഒരു പുതിയ വഴി. ആ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുവരെയും നടന്നതുപോലെ, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നടന്നതുപോലെ ഇനി നടക്കുവാനായിട്ട് സാധ്യമല്ല. ഈ വഴിയിൽ ചില പ്രത്യേകതകളുണ്ട്. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ വഴിയിൽ ചില അപകടങ്ങളുണ്ട്. നാം അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ പാതയിലൂടെ നാം സഞ്ചരിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ഈ പാതയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിശുദ്ധന് യോഗ്യമാവണ്ണം ഈ പാതയിലൂടെ നാം സഞ്ചരിക്കണം. റോമാലേഖനം 16-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം നടക്കുക. ആരാണ് വിശുദ്ധൻ? രക്ഷിക്കപ്പെട്ട എല്ലാവരും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച എല്ലാവരും വിശുദ്ധന്മാരാണ്. നാം എല്ലാം ഇന്ന് വിശുദ്ധന്മാരാണ്. അപ്പോൾ ഈ പാതയിൽ സഞ്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ കാലുകളെ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലിൽ ചെളി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ പാതയിൽ സഞ്ചരിക്കുമ്പോൾ, ഈ ലോകമയമാകുന്ന പാതയിൽ സഞ്ചരിക്കുമ്പോൾ ഈ കാലിൽ ചെളി പറ്റാനുള്ള സാധ്യതയുണ്ട്. ആ ചെളി പറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നും കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്നും പറഞ്ഞു. എന്താണ് ഈ കാൽ കാണിക്കുന്നത്? വിശ്വാസിയുടെ നടപ്പിനെയാണ് കാണിക്കുന്നത്. നാം എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ കാലുകൾ ശുദ്ധമാണോ? നമ്മുടെ ഹൃദയം ശുദ്ധമാണോ? നാം പോകുന്ന വഴികൾ ശുദ്ധമാണോ? നാം കാണുന്ന കാഴ്ചകൾ ശുദ്ധമാണോ? ഒരു വിശുദ്ധന് യോഗ്യമാവണ്ണമുള്ള കാഴ്ചയും നടപ്പും സംസാരവുമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് പൂർണ്ണമായി ഒരു വിശ്വാസിയിൽ, ഒരു സഭയിൽ പ്രസാദിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന കാര്യം, ഒരു വിശുദ്ധന് യോഗ്യമാവണ്ണം നടക്കണം. വിശുദ്ധമായൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. അശുദ്ധി വരുമ്പോൾ അവ കഴുകിക്കളഞ്ഞുകൊണ്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുന്നെങ്കിൽ ആ ജീവിതത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പാതയിൽ നാം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം നമ്മിൽ പൂർണ്ണമായി പ്രസാദിക്കുവാൻ നാം ചെയ്യേണ്ടുന്ന കാര്യം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല.
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം ആരെയാണ് അനുസരിച്ച് നടന്നിരുന്നത്? രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് നാം ആരെയാണ് അനുസരിച്ച് നടന്നിരുന്നത്? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മുടെ നടപ്പ് അതുപോലെയായിരുന്നു. നാം പിശാചിനനുസരിച്ചാണ് നടന്നത്. ആദ്യം ഞാൻ പറഞ്ഞു, നാം തോന്നിയതുപോലെ നടന്നു, തന്നിഷ്ടത്തിന് നടന്നു. അന്ന് നമ്മളെ നയിച്ചിരുന്നത്, അന്ന് നമ്മെ നടത്തിയിരുന്നത്, അന്ന് നാം കേട്ടിരുന്ന വാക്കുകൾ പിശാചിനാലായിരുന്നു. ആ പിശാചെന്ന പിതാവിൻ്റെ മക്കളായിരുന്നു നാം. ആ പിശാചിനനുസരിച്ചൊരു ജീവിതമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. എന്താണ് ജഡത്തിൻ്റെ മോഹം എന്ന് പറയുന്നത്? വിശ്വാസികളിൽ കാണപ്പെടുന്ന അനേക പാപങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ജഡത്തെ അനുസരിച്ചാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ആരെ അനുസരിച്ചാണ് ജീവിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ചാണോ ജഡത്തിനെ അനുസരിച്ചാണോ? അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വെളിപ്പെടും. എന്താണ് ആ സ്വഭാവങ്ങൾ? ജഡത്തിൻ്റെ സ്വഭാവം ദൈവവചനം പറയുന്നു, ദുർനടപ്പ്, അശുദ്ധി, പക, പിണക്കം, ക്രോധം, ഭിന്നത, അസൂയ, വെറിക്കൂത്ത്, അനേക പാപങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നു. നാം ചിന്തിക്കുക, ഞാൻ ജഡത്തെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? അതോ ആത്മാവിനെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഒരു വ്യക്തി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവനിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം. നോക്കുക, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നാം ആരെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡത്തിനെ അനുസരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുകയില്ല. നമ്മുടെ സ്ഥലം സഭകളിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ ദൈവം പ്രസാദിക്കുകയില്ല. ഒരു പക്ഷേ അനേക കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ടാകാം. എൻ്റെ സ്ഥലം സഭയിൽ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ ദൈവം നോക്കുന്നത് സഭയിലെ ഓരോ വിശ്വാസികളെയുമാണ്. വ്യക്തിപരമായാണ് ദൈവം നോക്കുന്നത്. എന്താണ് സഭ എന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. അഥവാ ഞാനാണ് സഭയായിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നോക്കുന്നത് എങ്ങോട്ടാണ്? സഭ ഒരു കെട്ടിടമല്ല, ഒരു കെട്ടിടത്തിലേക്കല്ല ദൈവം നോക്കുന്നത്, ഓരോ വിശ്വാസികളിലേക്കുമാണ്. ഓരോ വിശ്വാസിയുടെ ഓരോ പ്രവർത്തനത്തെയും ദൈവം നോക്കിക്കാണുന്നു. അതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്ഥലം സഭകളിൽ പൂർണ്ണമായി പ്രസാദിക്കുന്നുണ്ടോ? ഒരു വിശുദ്ധന് യോഗ്യമാവണ്ണമാണോ ഞാൻ നടക്കുന്നത്? എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ എന്താണ്? ഒരുപക്ഷേ ആരാധനയിൽ നാം കടന്നു വരുമ്പോൾ 2.5 മണിക്കൂർ മാത്രം വളരെ ഭംഗിയായി നമുക്ക് ആരാധിക്കുവാൻ സാധിച്ചേക്കാം. ഒരു പക്ഷേ ഇന്നത്തെ യുവതലമുറയുടെ മറുപടി പോലെ വളരെ ഭംഗിയായി അഭിനയിക്കുവാൻ നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ അതിനപ്പുറമായി ഒരു ലോകത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ നാം ആരായിരിക്കുന്നു? ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് നോക്കുന്നത്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒന്ന്, ഈ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. വിശുദ്ധന് യോഗ്യമാം വണ്ണം നടക്കുക, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുക. മൂന്നാമത്തെ കാര്യം, അത് ആ വാക്യത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇത് കേട്ട നാൾ മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിച്ചത്? കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ കേൾവിക്കാർ വിചാരിക്കും ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, വളരെ ഈസിയായി ഈ കാര്യങ്ങൾ ചെയ്യാം. ഇത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സഭാവിശ്വാസികളുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്.
അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കൊലോസ്യയിലുള്ള സഭാവിശ്വാസികൾ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ അവർ ആദ്യമേ ചെയ്യേണ്ട കാര്യം ദൈവത്തിനോട് ഇടവിടാതെ പ്രാർത്ഥിക്കണം. സഭയിൽ വരുന്ന 2.5 മണിക്കൂർ വിശ്വാസികൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. വളരെ മനോഹരമായ പാട്ടുകളുണ്ട്, പ്രസംഗമുണ്ട്, സങ്കീർത്തനങ്ങളുണ്ട്, ധ്യാനാത്മ ചിന്തകളുണ്ട്. എത്ര മനോഹരമാണ്. എന്നാൽ ഇതിനപ്പുറമുള്ള ഒരു ലോകത്തേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ പഠന സ്ഥലത്ത്, നമ്മുടെ യാത്രകളിൽ, നാം ഇടപെടുന്ന ഇടപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ആരായിരിക്കുന്നു? അവിടെ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ പൗലോസ് പറയുകയാണ്, ഇടവിടാതെയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ഈ പാതയിൽ നാം സഞ്ചരിക്കുമ്പോൾ ഈ വിശുദ്ധന് യോഗ്യമാവണ്ണം നാം നടക്കണം. നാം വിശുദ്ധന്മാരാണ്. നമ്മുടെ ജീവിതത്തിൽ ധാർമ്മിക അശുദ്ധി കലരാതെ വണ്ണം നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കുകയുള്ളൂ. 2, ലോകജനം നമ്മിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വിശ്വാസിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് പകയും പിണക്കവും ജാരശങ്കയും ദ്വന്ദ്പക്ഷവും വെറിക്കൂത്തൊന്നുമല്ല, സ്നേഹവും സന്തോഷവും സമാധാനവും പരോപകാരവുമാണ്. അതാണ് അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാം ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുകയുള്ളൂ. നമ്മെ കാണുന്നവന് ക്രിസ്തുവിനെ കാണുവാൻ ഇടവരികയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളിത് കേട്ടപ്പോൾ, ഈ കൊലോസ്യ സഭയിൽ അനേക പ്രത്യേകതകളുണ്ടെന്ന് കേട്ടപ്പോൾ, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചു എന്ന് കേട്ടപ്പോൾ, എൻ്റെ ആഗ്രഹം ആ സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കണം. നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം പൂർണ്ണമായി പ്രസാദിക്കണം. ഇത് നമ്മുടെ ആഗ്രഹമാണ്. ഇത് എങ്ങനെ സാധിക്കും? ദൈവവചനം പറയുന്നു, കർത്താവിന് യോഗ്യമാവണ്ണം നാം നടക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം സഭയിലും ദൈവം പ്രസാദിക്കും. വിശുദ്ധന് യോഗ്യമാവണ്ണം നടക്കുവാൻ നാം ആദ്യ ചുവടെടുത്ത് വെച്ചാൽ നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം പ്രസാദിക്കും. ആത്മാവിനെ അനുസരിച്ച് നാം നടന്നാൽ നമ്മുടെ സ്ഥലം സഭയിൽ ദൈവം പ്രസാദിക്കും. ഇതിനുവേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിനാവശ്യമായിരിക്കുന്ന ശക്തി ദൈവം നമുക്ക് നൽകും. നമ്മുടെ സ്ഥലം സഭയും ദൈവത്തിന് പൂർണ്ണ പ്രസാദകരമായ ഒരു സ്ഥലം സഭയായി മാറ്റപ്പെടും. ഉണർവ് ആരംഭിക്കുന്നത് സ്ഥലം സഭയിൽ നിന്നാണ്. ഉണർവ് ആരംഭിക്കുന്നത് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ്. നമ്മുടെ മധ്യത്തിൽ നിന്ന്, ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വലിയൊരു ഉണർവ് പൊട്ടി പുറപ്പെടുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.